Good morning to all of you. Today we are going to discuss about fourth application of chi-square test. That is chi-square test for population variance. X-square test can be used for testing the given population variance to test whether there is any significant difference between sample variance and population variance when the sample is small. chi-square ടെസ്റ്റിൻ്റെ നാലാമത് ആപ്ലിക്കേഷനാണ് സാമ്പിൾ വേരിയൻസും പോപ്പുലേഷൻ വേരിയൻസും തമ്മിൽ ഡിഫറൻസ് സിഗ്നിഫിക്കൻ്റ് ആണോ അഥവാ ഡിഫറൻസ് ഉണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാനാണ് ഇവിടെ നമ്മൾ chi-square ടെസ്റ്റ് ഉപയോഗിക്കുക. പ്രധാനപ്പെട്ട ഒരു കണ്ടീഷനാണ് സാമ്പിൾ സൈസ് സ്മോൾ ആകുന്ന സാഹചര്യത്തിൽ. സാമ്പിൾ സൈസ് ലാർജ് ആണ് എങ്കിൽ സാമ്പിൾ വേരിയൻസും പോപ്പുലേഷൻ വേരിയൻസും തമ്മിൽ ഡിഫറൻസ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ നേരത്തെ ഒരു ടെസ്റ്റ് ഉപയോഗിച്ചിരുന്നു. അതേതാണെന്ന് ഓർക്കുന്നുണ്ടോ? ഇസഡ് ടെസ്റ്റാണ്. അതായത് പേജ് നമ്പർ, നിങ്ങളുടെ ടെക്സ്റ്റിലെ പേജ് നമ്പർ 26 എക്സസൈസ് നമ്പർ 27. അവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിന് തൊട്ട് മുകളിലായിട്ട് പറയുന്നുണ്ട്, ഒരു നോട്ട് പറയുന്നുണ്ട്, ഫോർ സ്മോൾ സാമ്പിൾസ് അപ്ലൈ X-square ടെസ്റ്റ്. അതായത് ഈ സെയിം സിറ്റുവേഷനിൽ, അതായത് സാമ്പിളിൻ്റെ വേരിയൻസും പോപ്പുലേഷൻ്റെ വേരിയൻസും തമ്മിൽ ഡിഫറൻസ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന ആ സെയിം സിറ്റുവേഷനിൽ ലാർജ് സാമ്പിൾസിൻ്റെ കേസിലാണെങ്കിൽ ഇസഡ് ടെസ്റ്റ് ഉപയോഗിക്കുക. അത് നമ്മൾ പേജ് നമ്പർ 26 കണ്ടിട്ടുണ്ട്. ഈ സെയിം സിറ്റുവേഷനിൽ സ്മോൾ സാമ്പിൾസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? chi-square ടെസ്റ്റ് ഉപയോഗിക്കുക. chi-square ടെസ്റ്റിൻ്റെ ഈ സിറ്റുവേഷൻ സോൾവ് ചെയ്യുന്നതിനുള്ള ഇക്വേഷനാണ് NS² ഡിവൈഡഡ് ബൈ σ². N എന്ന് പറയുന്നത് സാമ്പിൾ സൈസ് ആണ്, S² എന്ന് പറയുന്നത് സാമ്പിൾ വേരിയൻസ് ആണ്, σ² എന്ന് പറയുന്നത് പോപ്പുലേഷൻ വേരിയൻസ് ആണ്, ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുക N-1 ആണ്. ഇവിടെ ഒരു കാര്യവും കൂടെ ഒന്ന് ഓർത്തിരുന്നേക്കുക. സാധാരണഗതിയിൽ X-square ടെസ്റ്റ് നമ്മൾ നോൺ പാരാമെട്രിക് ടെസ്റ്റായിട്ട് തന്നെയാണ് പറയുക. പക്ഷേ ഈ നാലാമത്തെ ആപ്ലിക്കേഷനിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, അവിടെ പോപ്പുലേഷൻ വേരിയൻസും സാമ്പിൾ വേരിയൻസും ഒക്കെ വരുന്നുണ്ട്. അപ്പം അങ്ങനെ വരുന്നത് കൊണ്ട് ഈ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ chi-square ടെസ്റ്റ് ഉപയോഗിക്കുന്നത് കൊണ്ട് ഇതിനെ വേണമെങ്കിൽ ഈ ഒരു കണ്ടീഷൻ മാത്രം അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് പാരാമെട്രിക് ടെസ്റ്റും എന്ന് പറയാം. നമുക്കറിയാം, നമ്മളിപ്പം chi-square ടെസ്റ്റിൻ്റെ 4 ആപ്ലിക്കേഷൻസ് നമ്മൾ കണ്ടു. അതിൽ 3 എണ്ണവും നമ്മൾ ചെയ്തതിൻ്റെ അകത്ത് മീനോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡിവിഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല. അപ്പോൾ ഈ ഫോർത്ത് ആപ്ലിക്കേഷനിൽ മാത്രം വരുമ്പോൾ ഈ പറയപ്പെടുന്ന പാരാമീറ്ററും അനുബന്ധമായ കാര്യങ്ങളും വരുന്നുള്ളത് കൊണ്ട് വേണമെങ്കിൽ ഈ ഒരു കണ്ടീഷനിൽ മാത്രം, ഈ ഫോർത്ത് ആപ്ലിക്കേഷനിൽ മാത്രം chi-square ടെസ്റ്റ് ഒരു പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറയാം. അതൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. ബാക്കി പൊതുവിൽ നമ്മൾ chi-square ടെസ്റ്റ് നോൺ പാരാമെട്രിക് ടെസ്റ്റായിട്ട് തന്നെയാണ് പറയുക. ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ 10 സാമ്പിൾ ഒബ്സർവേഷൻസ് ആണ്. അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുക 5 ആണ്.
അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്ന എക്സാമിൻ വെദർ ദിസ് കൺസിസ്റ്റൻറ്റ് വിത്ത് ദ ഹൈപ്പോത്തിസിസ് ദാറ്റ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി പോപ്പുലേഷൻ ഈസ് 5.3. അതിൻ്റെ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 5.3 ആണ്. ഇവ തമ്മിൽ മാച്ച് ചെയ്യുന്നുണ്ടോ അഥവാ അവ തമ്മിൽ ഡിഫറൻസ് ഉണ്ടോ എന്നുള്ളതാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുക. അല്ലെങ്കിൽ ആ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷനോട് കൺസിസ്റ്റൻ്റ് ആണോ ഈ പറയപ്പെടുന്ന സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നുള്ളത്. അപ്പോൾ ഇവിടെ n എന്ന് പറയുന്നത് 10 ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് സാമ്പിളിൻ്റെ 5 ആണ്. അതിൻ്റെ വേരിയൻസ് ആണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് എസിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ നമുക്കതിൻ്റെ വേരിയൻസ് കിട്ടും. പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട് സിഗ്മ, അത് 5.3 ആണ്. അതിൻ്റെയും വേരിയൻസ് നമുക്ക് എടുക്കണം. അപ്പോൾ അതിൻ്റെ സിഗ്മ സ്ക്വയർ എടുത്താൽ മതി. നമ്മളുടെ നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുക സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി പോപ്പുലേഷൻ ഈസ് 5.3, അല്ലെങ്കിൽ വേരിയൻസ് ഓഫ് ദി പോപ്പുലേഷൻ ഈസ് 5.3. അതിനുശേഷം നമ്മുടെ കൈ സ്ക്വയറിൻ്റെ ഇക്വേഷൻ ഇവിടെ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ സിഗ്മ സ്ക്വയർ. അത് വെച്ചിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്യുക. അതിൻ്റെ കാൽക്കുലേറ്റഡ് വാല്യൂ നമുക്ക് ലഭിക്കും. അതിനുശേഷം അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുക n-1 ആണ്. 10 ആണ് സാമ്പിൾ സൈസ്. സോ n 10 ദെൻ -1 ഈസ് ഈക്വൽ ടു 9. അപ്പോൾ നിങ്ങൾ 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ 9 ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൻ്റെ എക്സ് സ്ക്വയർ ടേബിൾ വാല്യൂ കാൽക്കുലേറ്റ് കാണുക. അതിനുശേഷം ടേബിൾ വാല്യൂവും കാൽക്കുലേറ്റഡ് വാല്യൂവും തമ്മിൽ കമ്പയർ ചെയ്യുക. അതിൻ്റെ കൺക്ലൂഷനിൽ എത്തിച്ചേരുക. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലെ തന്നെ എക്സസൈസ് ആണ്. അത് അസൈൻമെൻ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യുക. ഇവിടെ ക്വസ്റ്റ്യനിൽ 10 കുട്ടികളുടെ വെയിറ്റിനെ സംബന്ധിക്കുന്ന കാര്യമാണ് തന്നിരിക്കുക. എന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുക ഇതിൻ്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 20 സ്ക്വയർ കിലോഗ്രാം ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടികളുടെ വെയിറ്റിൻ്റെ വേരിയൻസ് എന്ന് പറയുന്നത് 20 ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ പോപ്പുലേഷൻ വേരിയൻസ് 20 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സാമ്പിൾ വേരിയൻസ് അതിനോട് ഈക്വൽ ആകുന്നുണ്ടോ, അല്ലെങ്കിൽ അവ തമ്മിൽ ഡിഫറൻസ് ഉണ്ടോ, അത് സിഗ്നിഫിക്കൻ്റ് ആണോ എന്നുള്ളത് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ ഇവിടെ പോപ്പുലേഷൻ വേരിയൻസ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? സാമ്പിൾ വേരിയൻസ് നമുക്ക് തന്നിട്ടില്ല, അത് കണ്ടെത്തണം. സാമ്പിൾ സൈസ് 10 ആണെന്ന് അവിടെ ക്ലിയർ ആണ്. അതുകൊണ്ട് സ്മോൾ സാമ്പിൾ സൈസ് ആണ്. അതുകൊണ്ട് നമ്മളിവിടെ കൈ സ്ക്വയർ ടെസ്റ്റാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇനി നമ്മൾക്ക് തന്നിരിക്കുന്ന ആ 10 സ്റ്റുഡൻസിൻ്റെ വെയിറ്റിൽ നിന്നും വേരിയൻസ് കാണണം. അതിനുവേണ്ടി ആദ്യം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണം. അതിനുശേഷം അതിൻ്റെ വേരിയൻസ് കാണുക. തുടർന്ന് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക, ടേബിൾ വാല്യൂ കാണുക, കൺക്ലൂഷനിൽ എത്തിച്ചേരുക. ഇത് എക്സസൈസ് നമ്പർ 16 ആണ് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളത്. അതുപോലെ തന്നെ എക്സസൈസ് നമ്പർ 17 ഉണ്ട്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസും കൂടെ അസൈൻമെൻ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യുമല്ലോ. അടുത്തത് എന്താണ് കൈ സ്ക്വയർ ടെസ്റ്റിൻ്റെ ലിമിറ്റേഷൻസ്? കൈ സ്ക്വയർ ടെസ്റ്റ് ഒരു നോൺ പാരാമെട്രിക് ടെസ്റ്റ് തന്നെയാണ്. ഇത് ഒരിക്കലും നമുക്കൊരു പാരാമെട്രിക് ടെസ്റ്റായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പാരാമെട്രിക് ടെസ്റ്റ് ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഈ കൈ സ്ക്വയർ ടെസ്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ ഫ്രീക്വൻസിയുടെ ടോട്ടൽ 50 വേണം. 50-ൽ താഴെ വരുന്ന സാഹചര്യത്തിൽ കൈ സ്ക്വയർ ടെസ്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നമുക്ക് ഒബ്സർവേഷൻസ് പ്രൊപ്പോർഷൻസ് ആയിട്ടോ പെർസെൻറ്റേജ് ആയിട്ടോ ആണ് തരുന്നതെങ്കിൽ നമുക്ക് കൈ സ്ക്വയർ ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല.